ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയും പ്രതീക്ഷിക്കാം. ഈ ധനകാര്യ വർഷത്തെ അവസാനത്തെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ഇന്ന് എൻഡ് ചെയ്യാണ്. നാളെ മുതൽ പുതിയ ധനകാര്യ വർഷത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിഫ്റ്റിയിൽ സൊമാറ്റോയും ജിയോ ഫിനാൻഷ്യൽ സർവീസസും സ്ഥാനം പിടിക്കുകയാണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ചൈനീസ് മാർക്കറ്റുകളും ഹോങ്കോങ് മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 വിക്സ് 18.33 ഉയർന്നിട്ടുണ്ട്. മിനിഞ്ഞാന്നത് 17.15 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ടെക്നോളജി സ്റ്റോക്കുകളിലുള്ള സെൽ ഓഫ് ആണ് ഇന്നലെ അമേരിക്കയിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് ഇന്നലെ കൂടുതൽ സെൽ ഓഫ് വന്നിട്ടുള്ളത്. ചൈനീസ് ഡീപ് സീക്കിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം ഡാറ്റാ സെൻറ്ററുകൾ അധികം ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള സെൽ ഓഫിന് കാരണം. വീണ്ടും ഈ സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് ഓട്ടോ താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 25% താരിഫാണ് ഓട്ടോമൊബൈൽ ഇമ്പോർട്ട്സിന് അമേരിക്കയിലേക്കുള്ളത്. സ്പേസ് അടക്കമുള്ള ഇമ്പോർട്ടിന്മേലാണ് താരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മെക്സിക്കോനെയും കനഡേനെയും അതുപോലെ തന്നെ കൊറിയേനെയൊക്കെയാണ് ഇത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇന്ത്യനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ചൊന്നും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ജപ്പാനിലെ ടയോട്ടയ്ക്കും ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ധാരാളം പ്ലാന്റുകൾ ടയോട്ടയ്ക്ക് അമേരിക്കയിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത് ഹ്യുണ്ടായി ആൻഡ് കിയയ്ക്കാണ്. അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ 40% ഇനി താരിഫായിട്ട് കൊടുക്കേണ്ടി വരും. അറൗണ്ട് $7 ബില്യൺ ടോട്ടൽ ബെനിഫിറ്റ് അമേരിക്ക ഈ താരിഫിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് $100 ബില്യൺ വർത്ത് താരിഫുകളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെഷേഴ്സ് വീണ്ടും അനൗൺസ് ചെയ്തേക്കാം. നമ്മൾ അമേരിക്കൻ ഡിസിഷനെയൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം പല രാജ്യങ്ങളും തങ്ങളുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള താരിഫ് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ നല്ല വൊളാറ്റിലിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ബെറ്റർ ഓപ്പണിങ്ങിന് ശേഷം നല്ല സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നാളെ മുതൽ പുതിയ ധനകാര്യ വർഷത്തേക്കുള്ള എഫിൻ്റെ കോൺട്രാക്റ്റും അതുപോലെ തന്നെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളും വന്നു കൊടുക്കും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന Q4 GDP ബെറ്റർ ആയിരിക്കും, കോർപ്പറേറ്റ് പ്രോഫിറ്റും ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3033 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ കോപ്പറാണ് റാലി ചെയ്യുന്ന മറ്റൊരു കമോഡിറ്റി. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്ത്യൻ റുപ്പി $US അഗൻസ്റ്റ് ഇന്നലെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. 85.71 രൂപ പെർ ഡോളറാണ്. ഇനി നമ്മൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ADRകൾ HDFC ബാങ്ക് ഒഴികെ മറ്റ് ADRകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് ഗവൺമെൻറ് $200 ബില്യൺ ഡെറ്റ് മോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസൊക്കെ ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ് ഇന്ന് ചൈനീസ് മാർക്കറ്റിൽ കാണുന്നത്. അതോടൊപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് താരിഫുകളിൽ ഇളവ് വരുത്തുന്നതാണ്. കാരണം ടിക്ടോക്കിനെ അമേരിക്കൻ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്യാമാണ്. അതിനു വേണ്ടിയിട്ട് ചൈനയുടെ മേലുള്ള താരിഫിൽ ഇളവുണ്ടായിരിക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മോർഗൻ സ്റ്റാൻലിയിലെ റിസർച്ച് പറയുന്നത് ചൈനീസ് EV കമ്പനികളാണ് വിൻ ചെയ്യാൻ പോകുന്നതാണ്. മാർക്കറ്റ് ലീഡർ ചൈന ആയിരിക്കും എന്നാണ് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്ത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ളൊരു റിസർച്ച് തന്നെയാണിത്. ഇനി ഇന്ത്യൻ കമ്പനികളുടെ ഓർഡർ ബാക്കിംഗ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വിപ്രോ $500 മില്യൺ UK പൗണ്ടിനുള്ളൊരു ഓർഡർ
ബാഗ് ചെയ്തിട്ടുണ്ട്. 10-year ഓർഡറാണ്. തീർച്ചയായിട്ടും വിപ്രോനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. L&T അവരുടെ ഹിസ്റ്ററിയിലെ ബിഗ്ഗസ്റ്റ് എവർ ഡീല് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് 15,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറാണെന്നാണ്. പക്ഷേ മാർക്കറ്റ് റൂമറുകൾ $4 ബില്യൺ ഓർഡറാണെന്നാണ്. ഖത്തറിൽ നിന്നാണ് അറൗണ്ട് 33,000 കോടി രൂപയുടെ ഓർഡറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ L&Tയുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ കൂടി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് L&Tനെ സംബന്ധിച്ചും വിപ്രോനെ സംബന്ധിച്ചൊക്കെ. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 6,900 കോടി രൂപയുടെ ഗണ്ണുകൾക്കുള്ള ഓർഡർ ഭാരത് ഫോർജിനും ടാറ്റ അഡ്വാൻസിന് സിസ്റ്റത്തിനും കൊടുത്തിട്ടുണ്ട്. 60% ഓർഡറും കിട്ടുന്നത് ഭാരത് ഫോർജിനാണ്. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. സീമെൻസ് അവരുടെ എനർജി ഡിവിഷൻ ഡീമർജറിൻ്റെ റെക്കോർഡ് ഡേറ്റ് April 7 ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1:1 ആണ് ഡീമർജർ റേഷ്യോ. 100 ഷെയറുള്ള സീമെൻസ് ഷെയർ ഹോൾഡേഴ്സിന് 100 സീമെൻസ് എനർജി ഷെയറാണ് ലഭിക്കാൻ പോകുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. BSE ബോണസ് ലിസ്റ്റ് എടുക്കുകയാണ് March 30. 150ാമത്തെ വർഷമാണ് ഈ വർഷം BSE സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1875 BSE ഫോം ചെയ്തത്. അപ്പോൾ 150ാമത്തെ വർഷം ലിബറൽ ബോണസ് ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഒരു ഷെയറിന് 2 ഷെയറോ 3 ഷെയറൊക്കെ ബോണസ് ഇഷ്യൂ നടത്താനുള്ള സാധ്യതകളുണ്ട്. LIC മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസിൽ 40 മുതൽ 49% വരെ സ്റ്റേക്ക് എടുക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ അത് മണിപ്പാൽ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി US-ൻ്റെയും ജോയിൻറ്റ് വെഞ്ചറാണ്. തീർച്ചയായിട്ടും LICയുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്കുള്ള എൻട്രിയാണ്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നൊരു 2,240.60 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫണ്ടുകൾ 696.40 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റിട്ടുണ്ട്. NBCC വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. 25,000 കോടി രൂപയുടെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ്. NBCCനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ഓർഡേഴ്സ് NBCC ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഗോൾഡ്മാൻ സാക്സ് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്ന ന്യൂസ് തന്നെയാണ് അവരുടെ ടോപ്പിക്കായി എടുത്തിട്ടുള്ളത്. HDFC ബാങ്ക്, M&M, ടൈറ്റൻ, അഡാനി പോർട്ട്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, പവർ ഗ്രിഡ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് അവരുടെ ടോപ്പിക്കായിട്ട് 2025 കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒപ്പം മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറുകൾ മംഗളം സിമൻറ്റ്, ഉഷ മാർട്ടിൻ, ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ്, രാശി പെരിഫറൽസ്, വിബോർ സ്റ്റീല്, ഗോദ്രേജ് അഗ്രോവേറ്റ്, വെസ്റ്റ് ലൈഫ് ഫുഡ്, ഉഗാർ ഷുഗർ വർക്ക്സ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് മാർക്കറ്റ് വൊളാറ്റിലിറ്റി താഴെ വരുമ്പോൾ പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൂടിയേക്കാം. April 2 മുതൽ റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളെസ് എല്ലാം തന്നെ ഒരു പരിധി വരെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അറ്റ് എവരി ഫാളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല റാലിയിൽ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ, ഷോർട്ട് ടു മീഡിയം ടൈമിലേക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റബിലിറ്റി വരികയാണെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. ഇത് ഇന്നത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഒന്ന് ശമിക്കുന്നത് വരെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷനായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.